നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം യൂണിവേഴ്സിറ്റി വാർത്തകൾ. ഫിഫ്ത്ത് സെമസ്റ്റർ CBSE കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരീക്ഷയെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ. ഫസ്റ്റ് സെമസ്റ്റർ BSc ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് പ്രാക്ടിക്കൽ. ബയോസി ആറാം സെമസ്റ്റർ BSWൻ്റെ പ്രാക്ടിക്കൽ. അഞ്ചാം സെമസ്റ്റർ BSc ഇലക്ട്രോണിക്സ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക ആറാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MA, മൂന്നാം സെമസ്റ്റർ MSc മെഡിക്കൽ ബയോകെമിസ്ട്രി. സർട്ടിഫിക്കറ്റ് കോഴ്സ് സ്പോട്ട് അഡ്മിഷന്. തേർഡ് സെമസ്റ്റർ 5-year ഇൻ്റഗ്രേറ്റഡ് BCom, BA, BBA, LLB പ്രോഗ്രാമിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ. ഫസ്റ്റ് സെമസ്റ്റർ BLIB ISE ആൻഡ് ഫസ്റ്റ് സെമസ്റ്റർ BLISE പരീക്ഷയുടെ ഫീസ്. അഞ്ചാം സെമസ്റ്റർ BSc ഇൻഫർമേഷൻ ടെക്നോളജി. അഞ്ചാം സെമസ്റ്റർ CBCS BA ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈന്, വിഷ്വൽ ആർട്സ് ആൻഡ് BA ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്. പ്രാക്ടിക്കൽ ഡേറ്റുകൾ. ഒന്നാം സെമസ്റ്റർ CBSESൻ്റെ മേഴ്സി ചാൻസ് പരീക്ഷ മ്യൂസിക് വീണയുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അഞ്ചാം സെമസ്റ്റർ BA കോർപ്പറേറ്റ് എക്കണോമിക്സ് മോഡൽ 3 CBSES പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സംബന്ധിച്ച്. അതേപോലെ തന്നെ മ്യൂസിക് മൃദംഗത്തിൻ്റെയും. അതേപോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ CBSES സൂപ്പർ സപ്ലി പരീക്ഷയുടെ BA മോഹിനിയാട്ടം പ്രാക്ടിക്കൽ. BA ഓഡിയോഗ്രഫി ആൻഡ് ഡിജിറ്റൽ എഡിറ്റിങ്ങിൻ്റെ ഒന്നാം സെമസ്റ്റർ CBSES മേഴ്സി ചാൻസ് റീഅപ്പിയറൻസ് പരീക്ഷയുടെ മ്യൂസിക് വീണയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. ഒന്നാം സെമസ്റ്റർ CBSES മ്യൂസിക് മൃദംഗത്തിൻ്റെ രാജ്യത്തിലെ കുടിയേറ്റവും വാർദ്ധക്യവും ശില്പശാല 14-ാം തീയതി. പ്രോജക്റ്റ് അസോസിയേറ്റ് അപേക്ഷ ക്ഷണിച്ചു. LLB സ്പോട്ട് അഡ്മിഷന്. പ്രാക്ടിക്കൽ അഞ്ചാം സെമസ്റ്റർ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ തന്നെ പ്രാക്ടിക്കൽ അഞ്ചാം സെമസ്റ്റർ CBSES BA മ്യൂസിക് വയലിൻ പ്രാക്ടിക്കൽ. അഞ്ചാം സെമസ്റ്റർ CBSES സൂപ്പർ സപ്ലിയുടെ ട്രിപ്പിൾ മെയിൻ പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷ മാർച്ച് 14. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മാർച്ച് 13. ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, ലാബ് അസിസ്റ്റൻ്റ്. അതേപോലെ തന്നെ മാർച്ച് 25, 26, 27, ഏപ്രിൽ 3, 11 തീയതികളിൽ നടത്താനിരുന്ന ആറാം സെമസ്റ്ററും നാലാം സെമസ്റ്റർ പരീക്ഷകൾ മാറ്റി പുതുക്കിയ തീയതി വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. നാലാം സെമസ്റ്റർ പരീക്ഷ മാർച്ച് 26 പരീക്ഷ ഏപ്രിൽ 28-നും ഏപ്രിൽ 3 പരീക്ഷ ഏപ്രിൽ 30 മാറ്റിയിട്ടുണ്ട്. ഇനി ആറാം സെമസ്റ്റർ പരീക്ഷ മാർച്ച് 25 പരീക്ഷ ഏപ്രിൽ 15-നും മാർച്ച് 27 പരീക്ഷ ഏപ്രിൽ 11-നുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. പരീക്ഷാഫലം. രണ്ടാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക മൂന്നാം സെമസ്റ്റർ MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷന്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക ഒമ്പതാം സെമസ്റ്റർ IMCA, രണ്ടാം സെമസ്റ്റർ MEd, രണ്ടാം സെമസ്റ്റർ ദ്വിവത്സര BEd. മാർച്ച് 17 മുതലാണ് കലോത്സവം തുടങ്ങുന്നത്. 17 തൊട്ട് 23 വരെ. പരീക്ഷാഫലം. നാലാം സെമസ്റ്റർ MBS പ്രാക്ടിക്കൽ. നാലാം സെമസ്റ്റർ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. MG സർവകലാശാലയിൽ സിവിൽ സർവീസ് പരിശീലനം. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. പരീക്ഷാഫലം. ഓഗസ്റ്റിൽ നടത്തിയ രണ്ടാം സെമസ്റ്റർ വിവിധ വിഷയങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നാലാം സെമസ്റ്റർ BCA റീസ്ട്രക്ചേർഡ് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ ഒന്നാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. സൂക്ഷ്മ പരിശോധന ആറാം സെമസ്റ്റർ BTech. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അറബിക് ടൈപ്പിംഗ് അപേക്ഷ ക്ഷണിക്കുന്നു. വോട്ടർ പട്ടികകൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം. വിദൂര വിദ്യാഭ്യാസം 3-4 സെമസ്റ്റർ MA ഇംഗ്ലീഷ് റിസൾട്ട്. മൂന്നാം സെമസ്റ്റർ MBS റിസൾട്ട്. രണ്ടാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ റിസൾട്ട്. മൂന്നാം സെമസ്റ്റർ BPEDൻ്റെ റിസൾട്ട്. അഞ്ചാം സെമസ്റ്റർ റിസൾട്ട്. രണ്ടാം സെമസ്റ്റർ BBAയുടെ റിസൾട്ട്. സൂക്ഷ്മ പരിശോധന നാലാം സെമസ്റ്റർ BTech. രണ്ടാം സെമസ്റ്റർ BA ഓണേഴ്സ്. പരീക്ഷാഫലം. രണ്ടാം സെമസ്റ്റർ വിവിധ വിഷയങ്ങളുടെ റിസൾട്ട് വന്നു. വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ 3-4 സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് BCA റിസൾട്ട്.
1-2 വർഷ MA ഇംഗ്ലീഷ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ റിസൾട്ട്, വിദൂര വിദ്യാഭ്യാസം MA ഇംഗ്ലീഷിൻ്റെ റിസൾട്ട്, പരീക്ഷാ വിജ്ഞാപനം 6ാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ 10 ആരംഭിക്കും. അതിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ നടന്നു. പരീക്ഷാ കേന്ദ്രം, പരീക്ഷാഫലം, 2ാം സെമസ്റ്റർ റിസൾട്ടുകൾ, അതേപോലെ തന്നെ 2-4 സെമസ്റ്റർ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി, 2-6 സെമസ്റ്റർ BSc ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റീസ്ട്രക്ചേർഡ് പരീക്ഷ, പ്രാക്ടിക്കൽ വിവിധ വിഷയങ്ങളുടെ ഡേറ്റുകൾ വന്നു. പരീക്ഷാഫലം, വിദൂര വിദ്യാഭ്യാസം 3-4 സെമസ്റ്റർ MA എക്കണോമിക്സിൻ്റെ റിസൾട്ട്, അതേപോലെ തന്നെ 2-4-6 സെമസ്റ്റർ BSc കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രി കെമിസ്ട്രിയുടെ റിസൾട്ട്. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ.